ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റയാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ നമ്മൾ ചെയ്യേണ്ട ഈ ചാപ്റ്ററിൽ കുറേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻക്ലൂസീവ് ക്ലാസ്, എക്സ്ക്ലൂസീവ് ക്ലാസ്, ക്ലാസ് മിഡ് പോയിന്റ്, അതോടൊപ്പം ക്ലാസ് ഇൻ്റർവെൽ എന്നാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ റേഞ്ച് എന്താണെന്ന് പറഞ്ഞു, ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പർ മീൻസ് ലാർജസ്റ്റ് വാല്യൂ ആൻഡ് സ്മോളസ്റ്റ് വാല്യൂ, അതാണ് റേഞ്ച് എന്ന് പറഞ്ഞത്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷുവർ എക്സാമിന് എല്ലാ വർഷവും ചോദിക്കുന്ന, ഇന്ന് ഞാൻ എടുക്കുന്ന ക്ലാസ്സിന് മാത്രം ചിലപ്പോൾ ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. ഓക്കെ, വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ് ചെയ്യുമ്പോൾ ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് വരും. അതിൻ്റെ കൂടെ ഞാൻ ഇപ്പോഴും ഒന്നുകൂടി പറയുവാണ്, ഇനി നമുക്ക് തൊട്ടടുത്ത് പോകേണ്ടത് കൺവേർഷൻ ഓഫ് ഇൻക്ലൂസീവ് ക്ലാസ്സസ് ഇൻടു എൻ എക്സ്ക്ലൂസീവ് ക്ലാസ്. ഇൻക്ലൂസീവ് ക്ലാസ് എന്താണ്, എക്സ്ക്ലൂസീവ് ക്ലാസ് എന്താണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ഇത് സമ്മറൈസ് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടി ഞാൻ വേണം പറയാം. അപ്പോൾ കൺവേർഷൻ ഓഫ് ഇൻക്ലൂസീവ് ക്ലാസ് ഇൻടു എൻ എക്സ്ക്ലൂസീവ് ക്ലാസ് ആണ് ഒരു ക്വസ്റ്റ്യൻ ഒരു ഭാഗമുള്ളത്. അത് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എക്സാമിൽ ചോദിക്കുന്നതല്ല, എങ്കിലും ഞാനത് പറഞ്ഞു തരും. അതിന് മുന്നേ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയി എക്സാമിൽ ചോദിക്കുന്ന കാര്യം ഞാൻ ഫസ്റ്റ് പറയട്ടെ. ദാറ്റ് ഈസ്, നിങ്ങൾ പേജിൽ കാണുന്നുണ്ടാവും, ഫൈൻഡിങ് ക്ലാസ് ഫ്രീക്വൻസി ബൈ ടാലി മാർക്ക്. അതായത് ഹൗ ഷുഡ് ബി ഗെറ്റ് ഫ്രീക്വൻസി ഓഫ് ഈച്ച് ക്ലാസ്. അതായത് നമ്മളുടെ ടേബിൾ നമ്പർ 1 ഓർമ്മയുണ്ട്. അതായത് നമ്മുടെ സ്കൂളിൽ 100 കുട്ടികളുടെ മാർക്ക്. അപ്പോൾ ആ 100 കുട്ടികളുടെ മാർക്ക് തന്നാൽ, 100 മാർക്ക് തന്നില്ല, അതെങ്ങനെയാണൊരു ഫ്രീക്വൻസി, ആവൃത്തി, ഒരു പെർട്ടിക്കുലർ നമ്പർ ആവർത്തിക്കും. നമ്മൾ പറഞ്ഞു ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ് ഒക്കെ പഠിച്ചത് ഓർമ്മയുണ്ട്. ഇൻഡിവിജ്വൽ സീരീസ് ആകുമ്പോൾ സിംഗിൾ അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡർ എഴുതുക. ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിൽ അവിടെ നമ്മൾ ഫസ്റ്റ് നമ്പർ എഴുതും, സെക്കൻഡ് ആ നമ്പർ എത്ര തവണ ആവർത്തിക്കുന്നുണ്ടെന്ന് എഴുതും. കണ്ടിന്യൂസ് സീരീസ് ആകുമ്പോൾ ഫസ്റ്റിൽ നമ്മൾ ക്ലാസ്സസ് എഴുതും. ഇപ്പോൾ 0 മുതൽ 10 വരെ, 10 മുതൽ 20 വരെ. അപ്പോൾ 0 മുതൽ 10 വരെ ഉള്ള ആ ഗ്യാപ്പിൻ്റെ ഇടയിൽ എത്ര നമ്പേഴ്സ് വരുന്നുണ്ട് നമുക്ക് തന്നതിൽ എന്ന് നമ്മൾ അപ്പുറം മാർക്ക് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ കണ്ടിന്യൂസ് സീരീസ് പറഞ്ഞത്. അതിൻ്റെ എക്സാമ്പിൾ അടക്കം പറഞ്ഞു. ഓർമ്മയില്ലേ? എഗെയിൻ ആ വീഡിയോ ഓപ്പൺ ചെയ്ത് കാണുക. ഓക്കെ, അപ്പോഴേ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്, എങ്ങനെയാണ് ഒരു കണ്ടിന്യൂസ് ക്ലാസ്സസ്, അല്ലെങ്കിൽ ആ ഇപ്പോൾ നമുക്കിങ്ങനെ ഇപ്പോൾ 100 ഡാറ്റ, 100 ഒന്നും എക്സാമിന് തരൂല, ഒരു ചെറിയതേ തരുള്ളൂ. അത് ഒരു മോഡൽ ഇപ്പോൾ നമ്മൾ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു നമ്പർ തന്നാൽ ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ക്ലാസ് ആയിട്ടൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വിത്ത് ടാലി മാർക്ക്. ടാലി നമുക്കറിയാം, ക്യൂസ് പോയിന്റിലൊക്കെ നമ്മൾ ഇടുന്ന പോലെ ചെരിഞ്ഞ വരയ്ക്കാണ് നമ്മൾ ടാലി എന്ന് പറയുന്നത്. അതായത് ടാലി നമ്മൾ പറയുന്നത് ഇങ്ങനെ ഒരു ചെരിഞ്ഞ വര, നമ്മളിങ്ങനെ ഒരു ചെരിഞ്ഞ വരയിടുക. ഇങ്ങനെ 4 വരയിട്ടതിന് ശേഷം 5ാമത്തെ നമ്മൾ ക്രോസ് ആയിട്ടിടുക. ഇതാണ് നമ്മൾ ടാലി മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ടാലി മാർക്ക് ഇട്ടുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുക, ഒരു ക്ലാസ് ഫ്രീക്വൻസി എങ്ങനെയാണ് തയ്യാറാക്കുക. ഫസ്റ്റ് തന്നെ ടാലി എന്താണ് എന്നൊക്കെ ഉള്ളതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാം. അതായത് ഇങ്ങനെ ക്യൂസിലിടുന്ന പോലെ നമ്മൾ വരയിടും, 5ാമത് വരുമ്പോൾ ക്രോസ് മാർക്ക് ഇടും. അപ്പോൾ ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രോബ്ലമാണ് ഫസ്റ്റ് എടുക്കുന്നത്. അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കോ. മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ 20 സ്റ്റുഡൻസ് ഇൻ ഇക്കണോമിക്സ് 1 പേപ്പർ ആർ ഗിവൺ ബിലോ. അതായത് എക്കണോമിക്സിൽ 20 കുട്ടികൾക്ക് കിട്ടിയ മാർക്ക് താഴെ തരുന്നു. ഷോ ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എക്സ്ക്ലൂസീവ് ടൈപ്പ് വിത്ത് ടാലി മാർക്ക്. എക്സ്ക്ലൂസീവ് ക്ലാസ്സിന്റെ എക്സാമ്പിൾ നമുക്കറിയാം, 0 to 10, 10 to 20, 20 to 30, അല്ലെങ്കിൽ 0 to 5, 5 to 10, 10 to 50. അതായത് കണ്ടിന്യൂസ്. ഒരു ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റും തൊട്ടടുത്ത ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റും സെയിം ആണെങ്കിൽ, ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് ഏതാണ്, ലോവർ ലിമിറ്റ് ഏതാണെന്നൊക്കെ അറിയില്ലേ? ഒന്നുകൂടി പറയണേ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. അഗെയിൻ ഓർമ്മയുണ്ടാണ്, ഇല്ലെങ്കിൽ വീഡിയോ ഓപ്പൺ ചെയ്ത് കാണുക. ഓക്കെ, ദെൻ ഞാൻ ക്ലാസ് ആക്കുമ്പോൾ ഒന്നും കൂടി പറഞ്ഞു തരാം. അപ്പോഴേ ഈ ഒരു പ്രോബ്ലം നോക്കുക. അതായത് നമ്മുടെ ക്ലാസ്സിൽ 20 കുട്ടികളുടെ എക്കണോമിക്സിലെ മാർക്കാണ് തരുന്നത്. അപ്പോൾ ഏതൊക്കെ മാർക്ക് നോക്കിയേ? 14, 9, 10, 34, 41 ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നില്ലേ? ഓക്കെ, അത് ഞാൻ ഒന്നുകൂടി ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് മാർക്ക് ചെയ്ത ഒന്നുകൂടി ഞാൻ എഴുതിയിട്ടുണ്ട്. 14, 9, 10, 34, 41, 8 വരെ 46 വരെയുള്ള മാർക്ക്, 50-ലുള്ള മാർക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ എക്സാമിന് ഇങ്ങനെയാണ് തരുക, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഫൈൻഡ് ഔട്ട് ചെയ്യുക വിത്ത് ടാലി മാർക്സ് എന്ന് പറയും, ചിലപ്പോൾ പറയൂല. അങ്ങനെ തന്നാൽ മിനിമം 5 മാർക്കായി തരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ആ ഡാറ്റ മൊത്തം നമ്മൾ നോക്കുക. അതിൽ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണെന്ന് നോക്കുക. ഇവിടെ ഇപ്പോൾ ഏറ്റവും ചെറിയ വാല്യൂ 8 ആണ്. ഏറ്റവും വലിയ വാല്യൂ ഏതാണെന്ന് നോക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വലിയ വാല്യൂ 46 ആണ് വലിയ വാല്യൂ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ
കണ്ടിന്യൂസ് ക്ലാസ് ആക്കുമ്പോൾ ഈ ഏറ്റവും ചെറിയ വാല്യൂ അതിൽ പെടണം, ഏറ്റവും വലിയ വാല്യൂ പെടണം. അതായത് 46 പെടണം, 8 പെടണം, അങ്ങനെ ഒരു ക്ലാസ് ഉണ്ടാക്കണം. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിലായിരിക്കണം ഏറ്റവും ചെറിയ വാല്യൂ പെടേണ്ടത്, അങ്ങനെ ഉണ്ടാക്കുന്നത് നല്ലത്. ലാസ്റ്റ് ക്ലാസ്സിൽ ഏറ്റവും വലിയതും. അപ്പോൾ അങ്ങനെ 8 പെടുന്ന ഒരു ക്ലാസ് ഏതാ? 0 to 10 ഇട്ടാൽ അതിൽ 8 വരൂലേ അല്ലേ? 0 to 10 ഇട്ടാൽ അതിൽ 8 വരൂലേ? എന്നാൽ 46 വരണമെങ്കിലോ 40 to 50 ഇട്ടാൽ 40 മുതൽ 50 വരെയുള്ള ക്ലാസ്സിൽ 46 വിടൂലേ? അപ്പോൾ അങ്ങനെ നമുക്കൊരു ക്ലാസ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സൊല്യൂഷൻ, നമ്മൾ ചെയ്യുമ്പോൾ സൊല്യൂഷൻ നമ്മൾ സാധാരണ പ്രോബ്ലം ചെയ്യുന്ന പോലെ സൊല്യൂഷൻ അങ്ങനെ നമ്മൾ സൊല്യൂഷൻ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് ക്ലാസ് 0 to 10 ഇടുക. ഇവിടെ ക്ലാസ് എഴുതുക, ക്ലാസ് ടൈറ്റിൽ കൊടുക്കുക, എന്നിട്ട് ഒരു ക്ലാസ് ഉണ്ടാക്കുവാണേ. 0 to 10 നമുക്ക് ഇവിടെ ടാലി മാർക്കൊക്കെ ഇടണം, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വരച്ച് വെക്കുന്നുണ്ട്. പിന്നെയോ എക്സ്ക്ലൂസീവ് ക്ലാസ്സാണ് പറഞ്ഞത്. ഒരു ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് തൊട്ടടുത്ത ക്ലാസ്സിൽ ലോവർ ലിമിറ്റ് സെയിം ആയിരിക്കണം. പിന്നെയോ 10 to 20, 20 to 30, 30 to 40. ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ ലോവസ്റ്റ് വാല്യൂ കിട്ടിയ ബാക്കിയെല്ലാം നമുക്ക് ഊഹിച്ച് എഴുതാം. അതിൻ്റെ ഉള്ളിലുള്ള ക്ലാസ് ഇൻ്റർവൽ, ഈ രണ്ട് ക്ലാസ് തമ്മിലുള്ള ഗ്യാപ്പിന് ക്ലാസ് ഇൻ്റർവൽ എന്ന് പറയും. 0 ഉം 10 ഉം 20 തമ്മിലുള്ള ഗ്യാപ്പ്, ഇത് ക്ലാസ്സിൻ്റെ നമുക്കറിയാം. ഇത് ലോവർ ലിമിറ്റ് എന്ന് പറയും, അപ്പർ ലിമിറ്റ് എന്ന് പറയും. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തമ്മിലുള്ള ഗ്യാപ്പാണ് ക്ലാസ് ഇൻ്റർവൽ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് കണ്ടിന്യൂസ് ക്ലാസ്സസ് ആണെന്ന് നമുക്കറിയാം. ഇത് ക്ലാസ് ഇൻ്റർവൽ ആണ്. ഇതിൻ്റെ മധ്യബിന്ദു ഇതും കൂട്ടി 2 കൊണ്ട് ഹരിച്ചാൽ നടുക്ക് കിട്ടുന്നതാണ് മിഡ് പോയിന്റ് എന്ന് പറയാം. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണ്. ഇതിപ്പോൾ 30 to 40 വരെ, 40 to 50 വരെയായി നമ്മുടെ ക്ലാസ് ആയില്ല. ഏറ്റവും ഹയസ്റ്റ് വാല്യൂ 46 വരും, ആൻഡ് ലോവസ്റ്റ് വാല്യൂ ഫസ്റ്റ് ക്ലാസ്സിലും വരും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഉണ്ടാക്കേണ്ടത് ഫ്രീക്വൻസി ഉണ്ടാക്കാനാണ് പറഞ്ഞത്. നമ്മൾ എളുപ്പം ഇത് തെറ്റാതിരിക്കാൻ വേണ്ടി ടാലി മാർക്ക്, ഇത് ഞാൻ വെറുതെ വരുന്നത് നോക്കിയിട്ട് ഇട്ടാൽ മതി, ഇത്ര മതി. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രീക്വൻസി എന്ന് എഴുതാം. ഫ്രീക്വൻസി എഫ് എന്നിട്ടാലും മതി, അല്ലെ FREQU എന്നിട്ടാലും മതി. പിന്നെ അല്ലെങ്കിൽ ഫ്രീക്വൻസി വിത്ത് ടാലി മാർക്ക്. ഫ്രീക്വൻസി ഇപ്പുറം വേണമെങ്കിൽ എഴുതാം. ഇവിടെ ടാലി എന്ന് എഴുതാം, ടാലി ഇപ്പുറം ഇടാം കേട്ടോ. പക്ഷെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ടാലി ഇടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ടാലി ഇടേണ്ട എളുപ്പ വഴി? ഇപ്പോൾ 0 നും 10 നും ഇടയിൽ ഏതെല്ലാം നമ്പേഴ്സ് ഉണ്ട് ഇവിടെ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ എണ്ണി നോക്കാം, 9, 8 ഇങ്ങനെ എണ്ണി നോക്കാം. പക്ഷേ ഈ എണ്ണി നോക്കുമ്പോൾ ചിലപ്പോൾ ലാസ്റ്റിലെത്തുമ്പോൾ ഇതിപ്പോൾ മൊത്തം എത്ര നമ്പർ ഉണ്ട്? 20 സ്റ്റുഡൻസിൻ്റെ മാർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഈ മൊത്തം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് ഫ്രീക്വൻസി 20 കിട്ടണം. അപ്പോൾ നമ്മൾ ആദ്യം 0 നും 10 നും ഇടയിൽ എത്ര നമ്പർ ഉണ്ടെന്ന് എണ്ണി നോക്കി അങ്ങനെ ഓരോന്ന് എണ്ണാൻ നിന്നാൽ തെറ്റിപ്പോവും. അപ്പോൾ നമ്മൾ എളുപ്പം ചെയ്യുന്ന കാര്യം എന്താ? ഒരു പെൻസിൽ എടുക്കുക. ഞാനിവിടെ പെൻ തന്നെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യുക, ഫസ്റ്റ് നമ്പർ നോക്കുക, എത്രയാ? 14. ഫസ്റ്റ് നോക്കിയില്ലേ, അതിനെ അങ്ങ് വെട്ടുക പെൻസിൽ കൊണ്ട്, ഒറ്റ വരയിട്ടാൽ മതി. 14. ആ 14 ഇവിടെ എവിടെയാണ് വരിക? 10 നും 20 നും ഇടയിലല്ലേ വരിക. അപ്പോൾ ഇവിടെ ഒരു ടാലി മാർക്ക് ഇടുക. അടുത്ത നോക്കുക, എത്ര? 9 എവിടെയാ വരിക? 0 നും 10 നും ഇടയിലല്ലേ. അപ്പോൾ ഇവിടെ ഒരു ടാലി മാർക്ക് ഇടുക. പിന്നെ അടുത്തത് 34, 10 ആണ്. നോക്കിയത് വെട്ടണേ. അടുത്തത് 10 ആണ്. 10 എവിടെയാ വരിക? 0 to 10, 10 to 20. ഇവിടെ 10 രണ്ട് സ്ഥലത്തുണ്ട്. പക്ഷെ ആ 10 ഇങ്ങനെ എക്സ്ക്ലൂസീവ് ക്ലാസ്, ഒരു ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് തൊട്ടടുത്ത ക്ലാസ്സിൽ ലോവർ ലിമിറ്റ് സെയിം വരുന്ന എക്സ്ക്ലൂസീവ് ക്ലാസ്സിന്റെ കേസിൽ ഇതുപോലെ 10 വന്നാൽ 10 ഇവിടെ രണ്ടാമത്തെ ക്ലാസ്സിലാണ് കൂട്ടുക, ആദ്യത്തേലല്ല. ഓർക്കുക, അത് തെറ്റിക്കരുത്. 10 രണ്ടാം, അങ്ങനെ 20 വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയാ കൂട്ടുക, ഇവിടെ അല്ല. ഓക്കെ, സംശയം വരരുത്. അപ്പോൾ നമ്മൾ 10 നോക്കി, 10 ഈ രണ്ടാമത്തെ ക്ലാസ്സിലാണ് കൂട്ടിയത്. ഇനി അടുത്ത 34 എവിടെയാ വരിക? 30 നും 40 നും ഇടയിൽ വന്നു. ഇനി 41 എവിടെയാ വരിക? 40 നും 50 നും ഇടയിൽ വന്നു. ഇനി 8 എവിടെയാ വരിക? 41 വെട്ടിയെ 8 ഈ ഒന്നാമത്തെ ക്ലാസ്സിലാണ് വരിക. 24 20 നും 30 നും ഇടയിൽ വരും. നോക്കിയത് വെട്ടണേ. ഇനി 42 എവിടെയാ വരിക? 40 നും 50 നും ഇടയിലല്ലേ വരിക. 27 എവിടെയാ വരിക? 27 നോക്കിയത് അപ്പോഴും വെട്ടണം, പിന്നെ അല്ലെ വീണ്ടും കൂട്ടിപ്പോവും. 27 ഇവിടെയാ വരിക. ഇനി 33 30 നും 40 നും ഇടയിൽ വരും. ഇനി 40 ഇവിടെയുണ്ട്. പക്ഷേ എക്സ്ക്ലൂസീവ് ക്ലാസ് ആയത് രണ്ട് സ്ഥലത്ത് വരും. പിന്നെ രണ്ടാമത്തേലാണ് കൂട്ടുക. 15 എവിടെയാ വരിക? ഇവിടെയാണ് 15 വരിക. ഇനി 35 എവിടെയാ വരിക? ഇവിടെയാണ് 35. ഇനി 28 ഇവിടെയാണ് വരിക. 11 എവിടെയാ വരിക? ഈ ക്ലാസ്സിലാണ് 11 വരിക. 41 എവിടെയാ വരിക? ഇവിടെയാണ് 41 വരിക. ഇനി 18 എവിടെയാ വരിക? ഈ ക്ലാസ്സിൽ. ഇവിടെ 4 എണ്ണായി, അഞ്ചാമത്തേത് ഇങ്ങനെ ക്രോസ് മാർക്ക് നിങ്ങൾ വൃത്തിയിൽ ചെയ്യണേ. ഞാൻ ഇങ്ങനെ ചെരിച്ച് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ കിട്ടാതെ എനിക്ക്. ഇനി 18 എവിടെയാ വരിക? 18 ഇവിടെയാണ് വരിക. 18 ഇവിടെ നമ്മളിപ്പോൾ ചെയ്തു അല്ലേ? രണ്ടാമതും ചെയ്യണ്ട.
ഇനി 34 എവിടെയാ വരിക? 34 ഇവിടെയാണ് വരിക. ഇനിയോ 30 എവിടെയാ വരിക? 30 വീണ്ടും ഇവിടെ വന്നതുകൊണ്ട് അഞ്ചാമത്തേത് ഇങ്ങനെ ക്രോസ് മാർക്ക് ഇട്ടു. ഇനി 44 ഇവിടെ ക്രോസ് മാർക്ക് വന്നു. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കി ഇനി എന്താ ചെയ്യുക? ഇനി ഇപ്പുറം ഇത് കൂട്ടി എഴുതുക. ഇത് 2 ഇത് കിട്ടും, ഇത് വെറുതെ വിട്ടുപോയതാണ്. ഇത് 5, ഇത് 3, ഇത് 5, ഇത് 5 കൂട്ടി വെക്കാനാ 7, 10, 20 20 കിട്ടിയില്ലേ? അപ്പൊ മൊത്തം 20 നമ്പറിന്റെ ടാലി മാർക്ക്. എളുപ്പമല്ല ഇങ്ങനെ? അല്ല, ഇത് ഓരോന്ന് എണ്ണ എന്നാൽ ചിലപ്പോൾ തെറ്റിപ്പോ. ഒന്ന് നോക്കുക, അത് ഏതിലാ വരുക അവിടെ ഇടുക, വെട്ടുക, ഇങ്ങനെ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ ജസ്റ്റ് നമ്മൾ സാധാരണ കള്ളനും പോലീസും കളിക്കുന്നത് പോലെ വരഞ്ഞിട്ട് കളിക്കുന്നുണ്ട്. പക്ഷെ 5 മാർക്കാണ്. വെരി സിമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, താഴെ കൊടുത്ത് നോക്കിയേ. അതായത് ഫൈൻഡ് ഔട്ട് ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഇൻക്ലൂസീവ് മെത്തേഡ് ആൻഡ് എക്സ്ക്ലൂസീവ് മെത്തേഡ് ഫോർ ദ ഫോളോയിങ് ഡാറ്റ ആയിട്ട് ഇത് 31, 33 വേറൊന്ന് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്താ ഇനി ഇപ്പൊ ചെയ്ത് ഇതന്നെ നമുക്ക് ഇൻക്ലൂസീവ് മെത്തേഡിൽ ചെയ്യണം. ഇത് എക്സ്ക്ലൂസീവ് ക്ലാസ് അല്ല, ഇത് ഇങ്ങനെ ഇൻക്ലൂസീവിൽ ചെയ്യാം. ഇൻക്ലൂസീവ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്ലാസ് എങ്ങനെ ആക്കിയാൽ മതി? 0 to 9, 10 to 90, സോറി ക്ലിയർ അല്ല, 0 to 9 കാണുന്നില്ലേ? 0 to 9, 10 to 90, 20 to 29, 30 to 39, 40 to 49. ഇത്രയും ആക്കണ്ടോ നമുക്ക് ഇൻക്ലൂസീവ് ക്ലാസ്സിന്? അപ്പൊ ഇവിടെ വേണമെങ്കിൽ നമുക്ക് എക്സ്ക്ലൂസീവ് ക്ലാസ് ഇടാം, ഇത് ഇൻക്ലൂസീവ് ഇടാം. ഇവിടത്തെ പോലെ തന്നെ ഇവിടെ ടാലി ഇടാം, പിന്നെയോ ഇവിടെ ഫ്രീക്വൻസി നമുക്ക് എഴുതാം. ഓക്കെ, ഇങ്ങനെ വരിക. എന്തേ ഒരു വ്യത്യാസമുള്ളൂ, അതായത് നമ്മൾ ചെയ്തതിൽ ഒരു വ്യത്യാസം നമുക്ക് കിട്ടാൻ പോകില്ല. എന്തുകൊണ്ടാ? ഇവിടെ ഇപ്പൊ 0 to 10 ആണ്, ഇവിടെ 0 to 9 ആണ്. ഇവിടെ ഇപ്പൊ നമ്മൾ 10 വന്നപ്പോൾ ഈ ക്ലാസ്സിലല്ലേ പരിഗണിച്ചേ അല്ലേ? 10 എന്നുള്ള വാല്യൂ ഈ കൂട്ടിൽ വന്നപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിലല്ലേ പരിഗണിച്ചേ. ഇവിടെയും അങ്ങനെ തന്നെ നമ്മൾ പരിഗണിക്കുക, ഈ ക്ലാസ്സിലല്ലേ പരിഗണിക്കുക. പക്ഷേ ഇവിടെ നമ്മൾ 10 രണ്ടിടത്തും അടുത്തടുത്ത് വന്നു, 20 രണ്ടിടത്തും വന്നു. പക്ഷെ 20 വന്ന ഈ ക്ലാസ്സിലാണ് പരിഗണിക്കുക. ഇവിടെ അങ്ങനെ രണ്ടെണ്ണം ഒരേ സ്ഥലത്ത് റിപ്പീറ്റ് ചെയ്ത് വരൂല. ഇവിടെ 0 മുതൽ 9, അപ്പൊ 9 വന്നാലും നമ്മൾ ഇവിടെ തന്നെ ഇടും. ഇതായിപ്പോ ഇവിടെ 9 ഉണ്ട്, 9 നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെയാണ് വിടുക. കാരണം 9 ഇവിടെ ഇല്ല, ഇവിടെയേ ഉള്ളൂ. ഇനി 19 വന്നാൽ നമ്മൾ ഇവിടെ തന്നെ ഇടുക, 39 വന്നാൽ നമ്മൾ ഇവിടെ തന്നെ ഇടുക, 40 വന്നാൽ നമ്മൾ ഇവിടെ ഈ ക്ലാസ്സിലാണ് ഇടുക. അതായത് ഇവിടെ ഒന്നും 2 ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല, ഒരിടത്തേ വരുന്നുള്ളൂ. ഇപ്പൊ തൊട്ട് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ് നമുക്ക് ഫ്രീക്വൻസി കിട്ടുക. നിങ്ങൾ വരഞ്ഞ് നോക്കിക്കോളൂ. അപ്പൊ മനസ്സിലായല്ലോ? ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ അല്ലെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അപ്പൊ നമ്മൾ അവിടുത്തെ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ഏതാന്ന് നോക്കുക, ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഏതാന്ന് നോക്കുക. തന്നിരിക്കുന്നത് ഒരു 20, 25 നമ്പറൊക്കെ തരുള്ളൂ. നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് നിങ്ങൾ ഇപ്പൊ വീട്ടിലിരുന്ന് ടേബിൾ നമ്പർ 100 ഡാറ്റയിൽ അതിലൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ അതിന്റെ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ നോക്കുക, ഏറ്റവും ഹയസ്റ്റ് വാല്യൂ നോക്കുക. എന്നിട്ട് ഒരു 10 ക്ലാസ് ഇന്റർവെല്ലൊക്കെ, ഇതിപ്പോ ഇവിടെ 10 0 to 10 ഉള്ള ക്ലാസ്സസ് ഇന്റർവെല്ലാണ് ഞാൻ എടുത്തത് 10. ഇനി 0 to 5 വേണമെന്ന് നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ 0 to 5 ഒക്കെ എടുത്തത് ഇപ്പൊ 2, 4, 5 ക്ലാസ് കിട്ടി. ഇനി 0 to 5 എടുത്താൽ നമുക്ക് 10 ക്ലാസ് കിട്ടും. ആകെ 20 നമ്പറേ ഉള്ളൂ. ഈ 10 ക്ലാസ് 20ലാക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില ക്ലാസ്സിൽ ഒന്നും ഫ്രീക്വൻസി ഉണ്ടാവുകയില്ല. അപ്പൊ അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഏറ്റവും ഒരു ആവറേജ് ക്ലാസ് ആക്കിയാൽ മതി. ഇനി നിങ്ങൾ 0 to 5 എന്നുള്ളത് എടുത്താൽ തെറ്റാണോ? അല്ല. പക്ഷെ ചില എക്സാമിന് പറയും ഈ ക്ലാസ് ഇന്റർവെൽ എത്രയാണ് എടുക്കേണ്ടത്. 10 എന്ന് പറഞ്ഞാൽ ഇതുപോലെ 10 തന്നെ ആക്കണം. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഓക്കെ, അല്ല 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ക്ലാസ് ഇന്റർവെൽ ആക്കണം. ഇപ്പൊ നമുക്ക് ടേബിൾ നമ്പർ 1 100 ഡാറ്റയേ ഉള്ളൂ. നിങ്ങൾക്ക് 20 ക്ലാസ് ഇന്റർവെൽ വെച്ചിട്ട് എടുക്കാം. പക്ഷെ 20 ഒക്കെ വെച്ചെടുക്കുമ്പോൾ ടേബിൾ നമ്പർ 1 ആയതുകൊണ്ട് 100 വാല്യൂ ആണുള്ളത്. അപ്പൊ 5 ക്ലാസ് ഇതുപോലെ ഉണ്ടാവുള്ളൂ. അപ്പൊ ചില ക്ലാസ്സിൽ 20 ടാലി 30 ടാലിയൊക്കെ ഇങ്ങനെ വന്നിട്ട് ഈ കോളത്തിന് നിറയും. അതുകൊണ്ട് നമ്മളൊരു 10 ക്ലാസ് ഇന്റർവെൽ വെച്ചിട്ട് തന്നെ നിങ്ങൾ എടുത്തോ, എന്നിട്ട് ടാലി ഇട്ട് നോക്കിയേ. അപ്പോഴും നിങ്ങൾക്ക് വളരെ രസമുള്ള കാര്യമാണ്. നമുക്കത് എളുപ്പം ചെയ്യാൻ പറ്റുന്നത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഇതിനെ ക്ലാസ് എന്നാണ് ഇതിനെ പറയാ. ഇതിനെ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആണ്, ഇത് ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് ആണ്. ഈ ക്ലാസ് ചിലപ്പോൾ ഇങ്ങനെ പറയും, ഇതിൽ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ഒരു 20 to 30 എന്ന് വന്നിട്ട് പറയും. ഇതില് ലോവർ ലിമിറ്റ് ഏതാണ്, അപ്പർ ലിമിറ്റ് ഏതാണ്, ക്ലാസ് ഇന്റർവെൽ എത്രയാണ്, ക്ലാസ് മിഡ് പോയിന്റ് എത്രയാന്നൊക്കെ ചോദിക്കും. 4 മാർക്കായിരിക്കും. ഈ ക്ലാസ്സിൽ ലോവർ ലിമിറ്റ് 20, അപ്പർ ലിമിറ്റ് 30, മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂട്ടി 2 കൊണ്ട് ഹരിച്ച് 20 + 30/2, അതായത് 25 ആണ്. ക്ലാസ് ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ ഇത് നമ്മളുടെ വ്യത്യാസമാണ്. 30, 20 നമ്മളുടെ വ്യത്യാസം 10 ആണ് ക്ലാസ് ഇന്റർവെൽ. ഓക്കെ,
ഇത് ഒരു എക്സ്ക്ലൂസീവ് ക്ലാസ് ആണ്. കാരണം ഒരു ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് തൊട്ടടുത്ത ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ് സെയിം ആണ്. അതുകൊണ്ട് ഇതൊരു എക്സ്ക്ലൂസീവ് ക്ലാസ് ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ടാലി മാർക്ക് ഇടുന്ന കാര്യം ഇവിടെ നോക്കുക, നോക്കിയത് അപ്പോഴും വെട്ടുക, അത് ഈട് ഏത് ക്ലാസ്സിലാണ് പെടുക നോക്കുക. ഇതൊരു എക്സ്ക്ലൂസീവ് ക്ലാസ്, ഇതിന്റെ തന്നെ ഇൻക്ലൂസീവ് ക്ലാസ് ആണെങ്കിൽ ഇതിന് ഇൻക്ലൂസീവ് ക്ലാസ് എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 10 അപ്പർ ലിമിറ്റ് ഈ ക്ലാസ്സിൽ ഇൻക്ലൂഡഡ് അല്ല, അടുത്ത ക്ലാസ്സിലാണ് ഇൻക്ലൂഡഡ്, ഈ ക്ലാസ്സിൽ എക്സ്ക്ലൂഡഡ് ആണ്. ഇതിന്റെ അപ്പർ ലിമിറ്റ് ഈ ക്ലാസ്സിലല്ല. 20 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെയാ മാർക്ക് ചെയ്യുക. അതായത് ഈ ക്ലാസ്സിന് എക്സ്ക്ലൂസീവ് എന്ന് പറയാൻ കാരണം എക്സ്ക്ലൂസീവ് ക്ലാസ് ഇൻക്ലൂസീവ് ക്ലാസ് തമ്മിലുള്ള വ്യത്യാസം, എക്സ്ക്ലൂസീവില് രണ്ടടുത്ത് ശ്രദ്ധിക്കുക, ഇന്നലെ പറഞ്ഞതാണ്, രണ്ടടുത്ത ക്ലാസ്സിൽ ഒരു ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റും തൊട്ടടുത്ത ക്ലാസ്സിൽ ലോവർ ലിമിറ്റും സെയിം ആയിരിക്കും. പിന്നെ ടാലി മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളല്ലേ ടാലി മാർക്ക് ഇടുമ്പോൾ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് നമുക്ക് കിട്ടുവാണെങ്കിൽ അത് ഈ ക്ലാസ്സിൽ പരിഗണിക്കൂല, തൊട്ടടുത്ത ക്ലാസ്സിലാണ് പരിഗണിക്കുക. എന്നാൽ ഇൻക്ലൂസീവ് ക്ലാസ്സിൽ ഈ ഒരു ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റും തൊട്ടടുത്ത ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റും സെയിം അല്ല. ഒരു ക്ലാസ്സിന്റെ രണ്ടാമത്തെ ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് രണ്ടാമത്തെ ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ് ഒന്നാമത്തെ ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റിനേക്കാൾ ഹയർ വാല്യൂ ആണ്. അല്ലെ ഫസ്റ്റ് ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് നെക്സ്റ്റ് ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റിനേക്കാൾ ലോവർ വാല്യൂ ആണ്. അതൊന്നും വൈകാട്ട് പഠിക്കണ്ട, ഇങ്ങനൊരു ക്ലാസ് എഴുതി വെച്ചിട്ട് അതിനെ നോക്കി എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അപ്പോൾ ഇൻക്ലൂസീവ് എക്സ്ക്ലൂസീവ് ക്ലാസ് ഒക്കെ ചോദിച്ചാൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു എക്സാമ്പിൾ എഴുതുക. എക്സ്ക്ലൂസീവ് 0 to 10, 10 to 20 എന്ന് എഴുതുക. 0 to 10 എഴുതണം, 0 to 5, 5 to 10, 10 to 15 എഴുതാം. അപ്പോൾ അതിന്റെ ഇൻക്ലൂസീവ് ആണെങ്കിൽ 0 to 4, 5 to 9, 10 to 14 അങ്ങനെ എഴുതാം. അല്ലെ 0 to 20, 20 to 40, 40 to അങ്ങനെ എഴുതാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഏതുണ്ടാക്കുന്നതെന്ന്. എന്തായാലും മനസ്സിലായാലും ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് എക്സാമിന്. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ നമുക്കുള്ളത് ലോസ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. അതായത് ലോസ് ഓഫ് ഫ്രീക്വൻസി, ലോസ് ഓഫ് ഇൻഫർമേഷൻ. എന്താണ് ഈ ലോസ് ഓഫ് ഇൻഫർമേഷൻ എന്ന് എക്സാമിന് ചോദിക്കുന്നതല്ല എങ്കിലും ഞാൻ പറഞ്ഞു തരാം. അതായത് ഇപ്പൊ സപ്പോസ് നമ്മൾ ഈ 20 ഡാറ്റ, സപ്പോസ് ഇവിടെ 20 ഡാറ്റ ഇത് വെച്ചിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യും. 20 ഡാറ്റ നമ്മുടെ ക്ലാസ്സിലെ 20 കുട്ടികളുടെ എക്കണോമിക്സിലെ മാർക്ക് നമുക്ക് ഇവിടെ തന്നില്ലേ, 20 മാർക്ക് നമ്മളിവിടെ തന്നു. ഓക്കെ, ഈ 20 മാർക്കിന് ഈ 20 മാർക്ക് നമുക്ക് തന്നപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിൽ 20 കുട്ടികളുടെ മാർക്കും അറിയാം. ഇപ്പൊ ഇത് നമ്മൾ കാണിക്കാണ്ട് നമ്മളെ സൗകര്യപ്രദമായിട്ട് നമ്മൾ ഇതിനൊരു ടേബിളിലാക്കി 0-നും 10-നും ഇടയിൽ മാർക്ക് കിട്ടി 2 കുട്ടികൾ, 10-നും 20-നും ഇടയിൽ മാർക്ക് കിട്ടി 5 കുട്ടികൾ, 40-നും 50-നും ഇടയിൽ മാർക്ക് കിട്ടി 5 കുട്ടികൾ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ടേബിൾ ആക്കി വെച്ചു. നമുക്ക് സൗകര്യമാണ്. പക്ഷേ ഇപ്പൊ നമ്മൾ പറയും നമ്മളെ ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് എത്ര, ഇതാണ് മാർക്ക്, ഇത്രയാണ് ഈ 20 മാർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ നമുക്കറിയാം ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്കൊക്കെ ക്ലിയർ ആയി നമുക്ക്. പക്ഷെ ഇവിടെ ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ 40-നും 50-നും ഇടയിൽ മാർക്ക് കിട്ടി എത്ര കുട്ടികളുണ്ട് ചോദിക്കുമ്പോൾ നമ്മൾ ഈ ടേബിൾ നോക്കി പെട്ടെന്ന് പറയും 5 എന്ന്. സൗകര്യമാണ്. പക്ഷേ ആ 5 കുട്ടികൾക്ക് കിട്ടിയ മാർക്ക് ഏതൊക്കെയാ നമുക്കറിയാം. 5 കുട്ടിക്ക്, ഒരു കുട്ടിക്ക് 46 ഒരു കുട്ടിക്ക് 42, ഒരു കുട്ടിക്ക് 40 ഒക്കെ ഉണ്ട് അല്ലേ. ഈ 5 കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന മാർക്കും വ്യത്യാസമാണ്. 40 ഉണ്ട്, 41 ഉണ്ട്, 42 ഉണ്ട്, 46 ഉണ്ട്. ഇതൊക്കെയാണ് ഈ 5 കുട്ടികളുടെ മാർക്ക്. പക്ഷേ ഈ 40-നും 50-നും ഇടയിൽ 5 കുട്ടികൾക്ക് മാർക്ക് ഉണ്ട് എന്ന് മാത്രമേ ഈ ടേബിൾ നോക്കിയാൽ നമുക്കറിയുള്ളൂ. ആ 5 കുട്ടികളുടെ മാർക്ക് ഏതാണെന്ന് നമുക്കറിയില്ല. 5 കുട്ടിക്ക് 40 ആണോ, 5 കുട്ടിക്ക് 49 ആണോ, 5 കുട്ടിക്ക് 42 ആണോ, 5 കുട്ടിക്ക് 41, ഒന്നും അറിയില്ല. ഈ ടേബിൾ നോക്കിയാലേ നമുക്ക് ഈ ഡാറ്റ നോക്കിയാലേ അറിയുള്ളൂ ആ 40-നും 50-നും ഇടയിൽ മാർക്കുള്ള കുട്ടിക്ക് 40 ഉണ്ട്, 41 ഉണ്ട്, 46 ഉണ്ട് എന്നൊക്കെ ഈ ഡാറ്റ നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു റോ ഡാറ്റേനെ നമ്മളൊരു ഫ്രീക്വൻസി ക്ലാസ്സസ് ആക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരുപാട് ഇൻഫർമേഷൻ ലോസ് ആയി പോകുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മൾ പറയുന്നത് ലോസ് ഓഫ് ഇൻഫർമേഷൻ. നമ്മൾ സാധാരണ പറയില്ല, ഇപ്പൊ നമ്മളെ ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയ കുട്ടികളുണ്ട്, ഫുൾ A കിട്ടിയ കുട്ടികളുണ്ടാവും, ഒരു A+. അപ്പോൾ ഫുൾ A+ കിട്ടിയ 5 കുട്ടികളുണ്ട് എന്ന് വെച്ചോളൂ. ഈ 5 കുട്ടികൾ ആക്ച്വലി എക്സാമിന് ഒരേ മാർക്ക് ആയിരിക്കും. A+ എന്ന് പറഞ്ഞാൽ ഗ്രേഡ് ആണ്. 90-നും 100-നും ഇടയിൽ ശതമാനം 90 to 100% മാർക്ക് കിട്ടിയ കുട്ടികളാണ്. ഈ 90% മാർക്ക് എന്ന് പറഞ്ഞാൽ അത് 92 മാർക്ക് കിട്ടിയ കുട്ടിയായിരിക്കാം, 95 ആയിരിക്കാം, 96 ആയിരിക്കാം, 100 ആയിരിക്കാം. ഇപ്പൊ 5 കുട്ടിക്ക് A+, അതിൽ ഒരു കുട്ടിക്ക് ചിലപ്പോൾ എല്ലാം ഫുൾ 10 സബ്ജക്റ്റിൽ 100-ൽ 100 ആയിരിക്കും. ആ കുട്ടീനെ ഫുൾ A+ കാരി എന്നാണ് നമ്മൾ പറയാ. എന്നാൽ എല്ലാത്തിലും കഷ്ടിച്ച് 91 കിട്ടിയ A+ കിട്ടിയ കുട്ടീനെ നമ്മൾ ഫുൾ A+ എന്നല്ലേ പറയാ. അപ്പൊ ഇതിൽ ഈ ഫുൾ മാർക്ക് 100 out of 100 ആ 10 സബ്ജക്റ്റിൽ വാങ്ങിയ കുട്ടി മിടുക്കിയാണ്. പക്ഷെ ആ കുട്ടീനെ നമ്മൾ അറിയുന്നില്ല ഈ ഗ്രേഡ് വന്നുകൊണ്ട്. അതേ സംഭവമാണ് ഇവിടെ നടക്കുന്നത്.
40ക്കും 50ക്കും ഇടയിൽ 5 കുട്ടിക്ക് മാർക്ക് ഉണ്ട്. ആ 5 കുട്ടികളും ഒരുപോലെയാണോ? 50ൽ 50 വാങ്ങിയ കുട്ടി അല്ല 50ൽ 49 വാങ്ങിയ കുട്ടി 50ൽ 41 വാങ്ങിയ കുട്ടി ഒരുപോലെയാണോ? വ്യത്യാസമുണ്ട്, കഴിവിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ഇങ്ങനെ നമ്മൾ സൗകര്യപ്രദമായി ടേബിളിലേക്ക് ആക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് റിയൽ ഇൻഫർമേഷൻ നമുക്ക് മിസ്സായി പോകുന്നുണ്ട്. നമ്മൾ സാധാരണ പറയുന്നത് നമ്മുടെ സൗകര്യം കൂട്ടുന്നതിനനുസരിച്ച് നമ്മുടെ യഥാർത്ഥത്തിലുള്ള പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയൂലേ, അതാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ലോസ് ഓഫ് ഇൻഫർമേഷൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് നമ്മുടെ ബുക്കിൽ കാണുന്നത്. ഓക്കെ, ഇനി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് അൺഈക്വൽ ക്ലാസസ് എന്നുള്ള ഒരു കാര്യമുണ്ട്. അതായത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. ഇവിടെ നമ്മൾ ഇതാ ക്ലാസ് ഇന്റർവെൽ 10 ആണ്. ഇവിടെ എല്ലാം 10, ഇതാ 20, 30 10 ആണ് ഗ്യാപ്പ്. ഇവിടെ ഗ്യാപ്പ് 10, എല്ലായിടത്തും ഗ്യാപ്പ് 10 ആണ്. ഇനി ഇതുപോലെ എല്ലാ 0 to 10, 10 to 20, 20 to 30, 30 to 40 തന്നെ ആക്കണമെന്നുണ്ടോ? ഇല്ല. ഇപ്പൊ ഞാൻ ആക്കും 0 to 10, 10 to 20, പിന്നെ ഞാൻ ആക്കുന്നത് 20 to 25. അടുത്ത ക്ലാസ്സിന്റെ ക്ലാസ് ഇന്റർവെൽ 5 ആക്കുന്നു. പിന്നത്തെ ക്ലാസ് ഇന്റർവെൽ 5 ആക്കുന്നു, 25 to 30. പിന്നെ വീണ്ടും ഞാൻ 10 ആക്കും, 30 to 35 അങ്ങനെ ആക്കുന്നു. അങ്ങനെയും എനിക്ക് വേണമെങ്കിൽ ആക്കാം. പക്ഷെ അങ്ങനെ ആക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം, അതിന്റെ ആ ക്ലാസ്സിൽ പെടുന്നത് മാത്രമേ ടാലി ഇട്ടിട്ട് അവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അപ്പോഴേ ഇപ്പൊ സപ്പോസ് ഒരുപാട് വായന, ഇപ്പൊ നമ്മുടെ ടേബിൾ നമ്പർ 1 ഒക്കെ എടുത്ത് നിങ്ങളിപ്പോ വീട്ടിൽ നിന്ന് ഇപ്പോൾ ടാലി ഇട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിന്റെ ഇടയിൽ 40നും 60നും ഇടയിലൊക്കെ ഒരുപാട് ഡാറ്റ കുമിഞ്ഞു വരും. അപ്പോഴേ നമ്മൾ ഈക്വൽ ക്ലാസ് ഇന്റർവെൽ ആകുമ്പോൾ ചിലപ്പോൾ അവിടെ കുറേ ഉണ്ടാവും, ടാലി 20, 25 ഒക്കെ ഉണ്ടാവും. അവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ അൺഈക്വൽ ആക്കാം. 20, 25 ഒക്കെ ഒരേ സ്ഥലത്ത് ഇങ്ങനെ ടാലി ഇടുന്നതിന് പകരം അതിനെ 2 ക്ലാസ് ആക്കാം. അപ്പോഴേ 2 ക്ലാസിന്റെ ഇടയിലല്ലേ ആ ടാലി ഡിവൈഡ് ചെയ്യപ്പെടുക. അങ്ങനെ അൺഈക്വൽ ക്ലാസ് ഇന്റർവെല്ലിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോഴാണ് പക്ഷെ അൺഈക്വൽ ക്ലാസ് ഇന്റർവെൽ നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ മിഡ് പോയിന്റ് ഒക്കെ മാറും. മിഡ് പോയിന്റ് ഇപ്പൊ ഇവിടെ നമ്മൾ മിഡ് പോയിന്റ് ഇട്ടാൽ എന്താ ഒരു 5, 15, 25, 35, 45 ഇത് നമ്മളെ മിഡ് പോയിന്റ് വരിക. ആ മിഡ് പോയിന്റിന്റെ ഗ്യാപ്പും 10 ആണ്. കാരണം ഇവിടെ ഈ ക്ലാസ് ഇന്റർവെൽ 10 ആണ്, മിഡ് പോയിന്റിന്റെ ഗ്യാപ്പും 10 ആണ്. പക്ഷെ അൺഈക്വൽ ക്ലാസ് ഇന്റർവെൽ നമ്മൾ ഇത്രയും 10 ഇട്ടു, പിന്നെ 5 ക്ലാസ് ഇന്റർവെല്ലിൽ ഇടുമ്പോൾ മിഡ് പോയിന്റിന്റെ ഗ്യാപ്പും വ്യത്യാസം വരും, 5 ഒക്കെ ആവും. അതൊക്കെ ജസ്റ്റ് അറിയേണ്ട കാര്യമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ബുക്കിൽ ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന 2 ടേമാണ് ഉറപ്പാണ് എക്സാമിന് ചോദിക്കുന്നതാണ്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫ്രീക്വൻസി അരേ. അരേ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അറേഞ്ച്മെന്റ് ഓർഡറിൽ നമ്മൾ എഴുതുന്നതിനാണ് അരേ. സിംഗിൾ അരേ, സിമ്പിൾ അരേ എന്നൊക്കെ നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഫ്രീക്വൻസി അരേ. സിംഗിൾ അരേ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഡാറ്റ ഇപ്പോൾ 10 നമ്പറിന് അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോഴേ സിംഗിൾ അരേ ഓർ സിമ്പിൾ അരേ എന്നൊക്കെ പറയാം. ഇനി എന്താ ഫ്രീക്വൻസി അരേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ 50ൽ 50 അല്ലെ 10 മാർക്ക്, 20 മാർക്ക്, 30 മാർക്ക്, അല്ലെങ്കിൽ A+ കിട്ടിയ കുട്ടികൾ, A കിട്ടിയ കുട്ടികൾ, B കിട്ടിയ കുട്ടികൾ, B+ കിട്ടിയ കുട്ടികൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത്, അപ്പോൾ A+ കിട്ടിയ 10 കുട്ടികൾ, A കിട്ടിയ 20 കുട്ടികൾ, B+ കിട്ടിയ 30 കുട്ടികൾ നമുക്ക് കിട്ടിയില്ലേ. അങ്ങനെ ആക്കലൊരു ഫ്രീക്വൻസി അരയാണ് എന്ന് പറയാവുന്നതാണ്. എന്താ ഫ്രീക്വൻസി അരേ? അതായത് അങ്ങനെ ഇപ്പോൾ A+ കിട്ടിയ 10 കുട്ടികളുണ്ട്, A കിട്ടിയ 20 കുട്ടികളുണ്ട് എന്ന് പറയുന്നത് എന്താ? ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ, ഒരു നമ്പർ എത്ര തവണ ആവർത്തിക്കുന്നു, അങ്ങനെ നമ്മൾ അങ്ങനെ ആ ഡിസ്ക്രീറ്റ് സീരീസിനെയാണ് നമ്മൾ ഫ്രീക്വൻസി അരേ എന്ന് പറയാം. അതായത് ഓർഡറിൽ അറേഞ്ച്മെന്റ് ചെയ്യുകയും ചെയ്യും, അതിന്റെ കൂടെ അത് എത്ര തവണ ആവർത്തിക്കുന്നു എന്നും പറയുന്നു. A+ എത്ര തവണ ആവർത്തിച്ചു, A+ കിട്ടിയ എത്ര പേരുണ്ട്, A കിട്ടിയ എത്ര പേരുണ്ട്, B+ കിട്ടിയ എത്ര പേരുണ്ട്. അപ്പോൾ നമ്മളത് അറേഞ്ച് ചെയ്യുകയും ചെയ്യും, അതോടൊപ്പം അത് എത്ര തവണ ആവർത്തിക്കുന്നതെന്നും കൂടി പറയും. അതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി അരേ എന്ന് പറയുന്നത്. ഒറ്റ വാക്ക് ഓർത്താൽ മതി. അതായത് ഡാറ്റ ക്ലാസിഫൈഡ് ഫോർ എ ഡിസ്ക്രീറ്റ് വേരിയബിൾ ഈസ് നോൺ ആസ് ഫ്രീക്വൻസി അരേ. ഡാറ്റ ക്ലാസിഫൈഡ് ഫോർ എ ഡിസ്ക്രീറ്റ് വേരിയബിൾ ഈസ് നോൺ ആസ് ഫ്രീക്വൻസി അരേ. അതിന്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൈസ് ഓഫ് എ ഹൗസ് ഹോൾഡ്, അതങ്ങനെ കൊടുത്തിട്ട് നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്, അല്ലെങ്കിൽ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ നമ്പർ ഓഫ് ചിൽഡ്രൻസ് ഇൻ എ ഫാമിലി, നമ്പർ ഓഫ് ചിൽഡ്രൻസ് ഫോർ എ കപ്പിൾ, അതായത് ഓരോ അച്ഛനും അമ്മക്കും ഉള്ള കുട്ടികളുടെ എണ്ണം. 5 കുട്ടികളുള്ള എത്ര ഫാമിലി ഉണ്ട്, 10 കുട്ടികളുടെ എത്ര ഫാമിലി ഉണ്ട്. അത് ഇതുപോലെ ഇതിനൊരു എക്സാമ്പിളാണ്. ഡിസ്ക്രീറ്റ് ക്ലാസ്സസിന് എക്സാമ്പിളാണ്, ഡിസ്ക്രീറ്റ് സീരീസിന് എക്സാമ്പിളാണ്. ആ ഡിസ്ക്രീറ്റ് സീരീസ് നമുക്ക് ഫ്രീക്വൻസി അരേ എന്ന് പറയാം. അപ്പോൾ ഈ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കണക്റ്റഡ് ആണ്. ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ്. അതുപോലെ ഇൻഡിവിജ്വൽ വേരിയബിളും ഡിസ്ക്രീറ്റ് വേരിയബിളും കണ്ടിന്യൂസ് വേരിയബിളും പഠിച്ചിട്ടുണ്ട്. ഓർക്കണം, ഓരോന്നും ഓർക്കണം. ഇനി പിന്നെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ഞാൻ ടാലി മാർക്ക് ഇട്ട് കണ്ടു തന്നത്. ഇനി ഒരു ഷുവർ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു 1 or 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ബൈവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ബൈ എന്ന് പറഞ്ഞാൽ 2,
വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൈറ്റ്, വെയിറ്റ്, മാർക്സ്, അതായത് എക്സ് വൈ എന്ന് വേരിയബിൾ ആണ് നമ്മൾ പറയുന്നത്. അതായത് എക്സും വൈക്കും അതിൻ്റെതായ വാല്യൂ ഇല്ല, എനി വാല്യൂ കൊടുത്താൽ അത് സ്വീകരിക്കും, അതുകൊണ്ടാണ് തന്നെ വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ബൈവേരിയറ്റ് 2 വേരിയബിൾ ഉള്ള ക്ലാസ്സസിനെയാണ് നമ്മൾ ബൈവേരിയറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അല്ലെ ബൈവേരിയറ്റ് ക്ലാസ്സസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് നമ്മളിപ്പോൾ പറഞ്ഞു 20 കുട്ടികളുടെ എക്കണോമിക്സിലെ മാർക്ക്. അപ്പോൾ അവിടെ എന്താ വേരിയബിള്? മാർക്ക്. 20 കുട്ടികളുടെയും മാർക്കാണ് വേരി ചെയ്യുന്നത് അല്ലേ. ഇപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ ക്ലാസ്സിലെ 20 കുട്ടികളുടെ ഇക്കണോമിക്സിലെയും പൊളിറ്റിക്സിലെയും മാർക്ക്. അപ്പോൾ അവിടെ 2 വേരിയബിൾ വന്നു, ഇക്കണോമിക്സിലെ മാർക്ക്, പൊളിറ്റിക്സിലെ മാർക്ക്, എക്സ് വൈ. അല്ല, നമ്മുടെ ക്ലാസ്സിലെ 61 കുട്ടികളുടെ ഹൈറ്റും വെയിറ്റും. ഹൈറ്റ് ഒരു വേരിയബിളാണ്, വെയിറ്റ് ഒരു വേരിയബിളാണ്. അപ്പോഴവിടെ 2 വേരിയബിൾ വന്നു. ഇപ്പോൾ ഹൈറ്റ് കൂടിയ കുട്ടിക്ക് വെയിറ്റ് കൂടുന്നുണ്ടോ, വെയിറ്റ് കൂടിയ കുട്ടിക്ക് ഹൈറ്റ് കൂടുന്നുണ്ടോ, അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ നോക്കാം. അപ്പോൾ ഇങ്ങനെ 2 വേരിയബിളിനെ നമ്മൾ ടേബിളിൽ എഴുതുമ്പോൾ അതിനെ ബൈവേരിയറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. നിങ്ങൾ ഈ ഒറ്റ വാക്ക് ഓർത്താൽ മതി, ഒറ്റ സെന്റൻസ്. എ ബൈവേരിയറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് 2 വേരിയബിൾസ്. 2 വേരിയബിൾ ഓർക്കുക, ബൈവേരിയറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് 2 വേരിയബിൾസ്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ നമ്മളെടുത്ത് കൊടുത്തിട്ടുണ്ട് ബുക്കിൽ. എന്താ കൊടുത്തിട്ടുള്ളത് നോക്കിയേ. ബൈവേരിയറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെയിൽസ് ഇൻ ലാക്ക് ആൻഡ് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ ഇൻ 1000. അതായത് ഒരു ഫേമിന്റെ വിൽപ്പനയും ആ ഫേം ചെയ്യുന്ന പരസ്യങ്ങളുടെ കണക്കും. അതായത് പരസ്യം കൂടുതൽ കൊടുക്കുമ്പോൾ വിൽപ്പന കൂടുന്നുണ്ടോ, നല്ല അഡ്വർടൈസ്മെന്റ് കൊടുക്കുമ്പോൾ ആളൊക്കെ അറിഞ്ഞിട്ട് സാധനം വാങ്ങാൻ വരുന്നുണ്ടോ. അഡ്വർടൈസ്മെന്റ് ആൻഡ് സെയിൽസ്, അത് അഡ്വർടൈസ്മെന്റ് ഒരു വേരിയബിൾ ആണ്, സെയിൽ വിൽപ്പന വേറൊരു വേരിയബിൾ ആണ്. അതുപോലെ നമുക്ക് പറയാം ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഓഫ് എ സ്റ്റുഡൻറ്റ്, മാർക്സ് ഇൻ ഇക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്സ്, ഇതെല്ലാം 2 വേരിയബിൾ. അപ്പോൾ സിംപ്ലി ഓർക്കുക, ബൈവേരിയറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഇസ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 2 വേരിയബിൾസ്. ഓക്കെ, അത്രയും ഓർത്താൽ മതി. ഇനി ഇവിടെ വേറൊരു കാര്യം ഞാൻ വിട്ടത് നമ്മൾ വീണ്ടും ഞാൻ പറഞ്ഞു തരുന്നു. നമ്മൾ അപ്പോൾ ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞ പ്രധാന കാര്യം ബൈവേരിയറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ ഫ്രീക്വൻസി അരേ, അതായത് ഡിസ്ക്രീറ്റ് സീരീസിന് ആണ് നമ്മൾ ഫ്രീക്വൻസി അരേ അല്ലെ ഡിസ്ക്രീറ്റ് വേരിയബിൾസിനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന സീരീസിനെയാണ് ഫ്രീക്വൻസി അരേ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ടാലി മാർക്കിട്ട് കണ്ടുപിടിക്കുന്നത് ലോസ് ഓഫ് ഇൻഫർമേഷൻ, അതായത് ക്ലാസ്സസ് ആക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ 10നും 20നും ഇടയിൽ 40നും 50നും ഇടയിൽ ഇത്ര വാല്യൂ ഉണ്ട് എന്ന് അറിയുന്നതല്ലാതെ ആ വാല്യൂ ഏതൊക്കെയാണ് എന്ന് നമുക്ക് അറിയില്ല. അതാണ് ലോസ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ യഥാർത്ഥ വാല്യൂ നമ്മൾ പറഞ്ഞു A+ ഉണ്ട് എന്ന് നിങ്ങളോട് പറയുന്നു. ആ A+ കിട്ടി നിങ്ങൾക്ക് എത്ര മാർക്ക് എന്ന് നിങ്ങൾക്ക് അറിയില്ല ഗ്രേഡ് കിട്ടിയോണ്ട്. അവിടെ റിയൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലോസായി. ഇപ്പോഴങ്ങനെ ഒരുപാട് ഇഷ്യൂ ഉണ്ട്. ഇപ്പോൾ ഗ്രേസ് മാർക്കിൻ്റെ ഒക്കെ കേസ് വരുമ്പോൾ 10ാം ക്ലാസ്സിനൊക്കെ നിങ്ങളുടെ ഏത് പേപ്പറിലാണ് ഗ്രേസ് മാർക്ക് ഇട്ടതെന്ന് ചിലപ്പോൾ മനസ്സിലാവില്ല. എത്ര മാർക്കാണ് നിങ്ങൾ ഗ്രേസ് മാർക്കിൽ ഇട്ടതെന്ന് മനസ്സിലാവില്ല. പക്ഷേ ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് താഴെ കാണും, ഗ്രേസ് മാർക്ക് അവാർഡ് എന്ന് കാണിക്കും. ഇന്ന പേപ്പറിന് ഇട്ടു, ഇത്ര മാർക്ക് ഇട്ടു. ചിലപ്പോൾ എല്ലാ പേപ്പറിനും 100ൽ 100 കിട്ടിയ ഒരു കുട്ടി, ഒരു പേപ്പറിന് മാത്രം ആ കുട്ടിക്ക് 2 മാർക്കില്ല. അപ്പോൾ ആ കുട്ടിക്ക് ഏതെങ്കിലും JRC ഏതെങ്കിലും ഒരു ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ 2 മാർക്ക് ഇട്ടിട്ട് കുട്ടി ഫുൾ 100 ഔട്ട് ഓഫ് 100 എല്ലാ പേപ്പറിലും ആക്കി. ആ കുട്ടിയുടെ മാർക്ക് ലിസ്റ്റിന് താഴെയും കാണും ഗ്രേസ് മാർക്ക് അവാർഡ് എന്ന്. മറ്റേ A+ കിട്ടിയ കുട്ടികളുടെയും കാണും ഗ്രേസ് മാർക്ക്. പക്ഷേ ഈ കുട്ടിക്ക് 2 മാർക്ക് ഗ്രേസ് മാർക്ക് ഉപയോഗിച്ചിട്ടില്ല, എല്ലാം ഫുൾ മാർക്കുമാണ്. പക്ഷേ നമ്മൾ ഗ്രേഡ് കിട്ടുമ്പോൾ ഫുൾ A+ എന്ന് അറിയുന്നല്ലാണ്ട് ഈ കുട്ടിയുടെ യഥാർത്ഥ മാർക്ക് നമ്മൾ അറിയുന്നില്ല 10ാം ക്ലാസ്സിൽ. അല്ല, അങ്ങനെയല്ലേ? എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം. ഓക്കെ, ഹയർ സെക്കൻഡറിയിൽ അങ്ങനെയല്ലേ, മാർക്കും അറിയും. ഓക്കെ, അപ്പോഴേ അവിടെ ലോസ് ഓഫ് ഇൻഫർമേഷൻ, ഒരുപാട് റിയൽ ഇൻഫർമേഷൻ നമുക്ക് മിസ്സായി, ലോസായി. ലൈക്ക് നമ്മളിവിടെ ക്ലാസ്സസ് ആക്കുമ്പോൾ നമ്മൾ കണ്ടു, നമ്മളിവിടെ ക്ലാസ്സസ് ആക്കിയപ്പോൾ ഇവിടെ 20 കുട്ടികളുടെ മാർക്സ് നമ്മളിവിടെ കൊടുത്തു. അത് നമ്മളിവിടെ കണ്ടു. പക്ഷേ അതിനെ നമ്മളിവിടെ ക്ലാസ്സസ് ആക്കുമ്പോഴേ ആ 20 കുട്ടികളുടെ യഥാർത്ഥ മാർക്ക് അറിയുന്നില്ല. 0നും 10നും ഇടയിൽ എത്ര കുട്ടികൾക്ക് മാർക്ക് കിട്ടി, 10നും 20നും ഇടയിൽ എത്ര മാർക്ക് കിട്ടി, അങ്ങനെയൊക്കെ അറിയുന്നുള്ളൂ. ഓക്കെ, ദാറ്റ് ഇസ് ദ ലോസ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. എക്സാമിൽ ചോദിക്കുന്നതല്ല, എങ്കിലും അറിയണം നിങ്ങളുടെ ബുക്കിലുള്ളത് കൊണ്ട്. ഇനി ഞാൻ പറഞ്ഞ് ജസ്റ്റ് വിട്ടിരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയില്ല, കാരണം ഇത് ഫോക്കസ് ഏരിയയിൽ ഇല്ലതാണ്. ഫോക്കസ് ഏരിയയിൽ നിന്ന് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ഹൗ ടു കൺവേർട്ട് ഇൻക്ലൂസീവ് ക്ലാസ്സസ് ഇൻ ടു എൻ എക്സ്ക്ലൂസീവ് ക്ലാസ്. ഓക്കെ, നോക്കാം. ഒരു ഇൻക്ലൂസീവ് ക്ലാസ്സിനെ എങ്ങനെയാണ്, അതല്ലേ ഒരു എക്സ്ക്ലൂസീവ് ക്ലാസ്സിനെ എങ്ങനെയാണ് ഇൻക്ലൂസീവ് ക്ലാസ് ആക്കി മാറ്റുക, ഇൻക്ലൂസീവ് ക്ലാസ്സിനെ എങ്ങനെയാണ് എക്സ്ക്ലൂസീവ് ക്ലാസ്. സാധാരണ ചോദിക്കൽ ഹൗ ടു കൺവേർട്ട് ഇൻക്ലൂസീവ് ക്ലാസ് ഇൻ ടു എൻ എക്സ്ക്ലൂസീവ്. എക്സ്ക്ലൂസീവിനെ ഇൻക്ലൂസീവ് ആക്കാൻ പാടില്ല. ഓക്കെ,
അപ്പോൾ ഇൻക്ലൂസീവ് ക്ലാസ് നമുക്കൊരു എക്സാമ്പിൾ എഴുതാം. ഇപ്പോൾ നമ്മൾ 0 to 10, 10 to 20 എന്നല്ല, വേറെ എന്ന് പറയാം, ഒരു ക്ലാസ് ആണ്. കാണുന്നില്ലേ ക്ലാസ്? നിങ്ങൾ വൃത്തിക്ക് എഴുതണേ. ഞാനിങ്ങനെ ചെരിച്ചിട്ടൊക്കെ എഴുതുന്നത് എനിക്കൊരു എളുപ്പം കിട്ടുന്നൊന്നുമില്ല. ഓക്കെ, കാരണം ഇത് ടെമ്പററി ആണല്ലോ ഈ ഓൺലൈൻ ക്ലാസ് എന്നുകൊണ്ട് എനിക്ക് ബോർഡൊന്നും കിട്ടാൻ താല്പര്യമില്ലെങ്കിലും ഞാൻ നോക്കും. ഓക്കെ, അപ്പോൾ ക്ലാസ് നമ്മൾ എഴുതുന്നു. പിന്നെ ഇവിടെ എന്താ എഴുതുക? ഇവിടെ ഫ്രീക്വൻസി ഒക്കെ വേണമെങ്കിൽ നമുക്ക് എഴുതാം കേട്ടോ. ഇപ്പോൾ ഫ്രീക്വൻസി ഇതൊന്നും ആവശ്യമില്ല, കാരണം നമ്മൾ കൺവേർഷൻ മാത്രമല്ലേ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു മാറ്റുന്നത് 0 to 4 ഇൻക്ലൂസീവ് ക്ലാസ് ആണ്. ഇൻക്ലൂസീവ് ക്ലാസ് ആണ് ആക്കുന്നത് 0 to 4. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? 5 to 9, 10 to 14, 15 to 19, ഇത്ര മതി. ഓക്കെ, ഇൻക്ലൂസീവ് ക്ലാസ്. ഇതിനെ നമ്മൾ ഇപ്പോൾ ഇതെന്തുകൊണ്ട് ഇൻക്ലൂസീവ് ക്ലാസ് എന്ന് പറയുന്നത് ഓരോ ക്ലാസ്സും സെപ്പറേറ്റഡ് ആണ്. 0 ഈ ക്ലാസ്സിൽ പെടും, 4 ഈ ക്ലാസ്സിൽ പെടും. 0 മുതൽ 4 വരെ 0, 1, 2, 3, 4 എല്ലാം ഈ ക്ലാസ്സിലാണ് പെടുക. ഇവിടെ 5, 6, 7, 8, 9 ഒന്നും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകുന്നില്ല, സെപ്പറേറ്റഡ് ക്ലാസ് ആണ്. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് കണ്ടിന്യൂസ് ക്ലാസ് ആക്കണം അല്ല, അതാണ് എക്സ്ക്ലൂസീവ്. എങ്ങനെ എക്സ്ക്ലൂസീവ് ആക്കി മാറ്റി? ഇതിനെ എക്സ്ക്ലൂസീവ് ആക്കി മാറ്റിയ ക്ലാസ് ഏതായിരിക്കും? ഇതിനെ എക്സ്ക്ലൂസീവ് ആക്കി ഏതായിരിക്കും? ഇപ്പോൾ 0 to 4, 5 to 9, 10 to 14 എന്നൊക്കെയാണ്. ഇതിനെ എക്സ്ക്ലൂസീവ് ആക്കി എന്തായിരിക്കും നിങ്ങൾ പറഞ്ഞേ? 0 to 5, 5 to 10, 10 to 15 ആയിരിക്കുക? അല്ല. അപ്പോൾ ഇതിനെ അങ്ങനെ ആക്കാം. ഇതൊരു അങ്ങനെ ഒരു ഇപ്പോൾ 0 to 5, 5 to 10, 10 to 15 ഒരു എക്സ്ക്ലൂസീവ് ക്ലാസ് ആണ്. പക്ഷെ ഇതിനെ എക്സ്ക്ലൂസീവ് ആക്കിയാൽ അങ്ങനെയല്ല കിട്ടുമോ? നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിച്ചു പോകും അല്ലേ? കാണാം, എക്സ്ക്ലൂസീവ് ആക്കാൻ എന്താ? അപ്പം അതിൽ എളുപ്പം ഞാൻ പറയുന്നത് നമ്മൾ മുന്നേ ക്ലാസ്സിൽ ചെയ്തൊരു കാര്യമില്ലേ, 0 to 9 ഇതൊരു എക്സ്ക്ലൂസീവ് ആണ്. 10 to 19, 20 to 29 അല്ലേ? അപ്പം നിങ്ങൾ കരുതി ഇതിനെ എക്സ്ക്ലൂസീവ് ആക്കിയ 0 to 10, 10 to 20, 20 to 30 എന്ന് കിട്ടുമോ? ഇല്ല, വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ എങ്ങനെയാക്കുക നമുക്ക് നോക്കാം. എക്സ്ക്ലൂസീവ് ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് 2 അടുത്തടുത്ത ക്ലാസ് നോക്കുക. ഈ 2 ക്ലാസ് നോക്കാം, അല്ലെങ്കിൽ ഈ 2 ക്ലാസ് നോക്കാം. ഈ ഏതെങ്കിലും അടുത്തടുത്ത 2 ക്ലാസ് നോക്കാം. ഇതിനെ ക്ലാസ് എന്നാ പറയേ, ഈ ഓരോന്നിനെയും ക്ലാസ് എന്നാ പറയാം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ ഏത് ക്ലാസ് ഒക്കെ ഞാൻ ഈ 2 എണ്ണത്തിന് എടുക്കാം. ഇതിൽ ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് തൊട്ടടുത്ത ക്ലാസ്സിൽ ലോവർ ലിമിറ്റ് നോക്കുക. ഇതിൻ്റെ അപ്പർ ലിമിറ്റ് 9, ഇതിൻ്റെ ലോവർ ലിമിറ്റ് 10. ഇവ തമ്മിലുള്ള വ്യത്യാസം കാണുക. ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 10 - 9 എത്രയാ? 1 അല്ലേ? ബൈ 2. ഇതും നോക്കാം. ഈ ഒരു ക്ലാസ് ഇതിന്റെ തൊട്ടടുത്ത ക്ലാസ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 1 അല്ലേ? 5ഉം 4ഉം തമ്മിൽ ഏത് ക്ലാസ് നോക്കാം. 2 അടുത്തടുത്ത ക്ലാസ്സിൽ ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റും തൊട്ടടുത്ത ക്ലാസ്സിൽ ലോവർ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസം നോക്കുക ബൈ 2. അപ്പൊ എത്രയാ കിട്ടുക? 0.5 കിട്ടൂലേ? 0.5 അല്ലേ കിട്ടുക? ഓക്കെ, ഈ കിട്ടിയ വാല്യൂ ഓരോ ലോവർ ലിമിറ്റിൽ നിന്നും മൈനസ് ചെയ്യുക, ഓരോ അപ്പർ ലിമിറ്റോടും ആഡ് ചെയ്യുക. ഓരോ ലോവർ ലിമിറ്റ് ഇന്ന് മൈനസ് ചെയ്യില്ല, ഓരോ ലോവർ ലിമിറ്റിൽ നിന്ന് മൈനസ് ചെയ്യുക, ഓരോ അപ്പർ ലിമിറ്റിനോടും ആഡ് ചെയ്യുക. ഈ ലോവർ 0 - 0.5 എത്ര കിട്ടുക? -0.5 അല്ലേ? ഇനി ഈ അപ്പർ ലിമിറ്റോട് ആഡ് ചെയ്യല്ലേ വേണ്ട? 4 + 0.5 4.5. ഇനി ലോവർ ലിമിറ്റിൽ നിന്ന് മൈനസ് ചെയ്യണം. 5 - 0.5 4.5. അപ്പർ ലിമിറ്റിനോട് കൂട്ടണം. 9 + 0.5 9.5. ഇവിടെയോ ലോവർ ലിമിറ്റിൽ നിന്ന് മൈനസ് ചെയ്യണം. 10 - 0.5 9.5. 14 പ്ലസ് അപ്പർ ലിമിറ്റോട് കൂട്ടുക വേണ്ട 14.5. ലോവർ ലിമിറ്റ് മൈനസ് ചെയ്യണം. 15 - 0.5 14.5. അപ്പർ ലിമിറ്റോട് കൂട്ടണം 19.5. ഈ നോക്കിയേ 0.5 4.5 4.5 9.5 9.5 14.5 14.5 19.5. എക്സ്ക്ലൂസീവ് ക്ലാസ് ആയില്ലേ? 0 to 5 5 to 10 ആണോ കിട്ടിയത്? അല്ല, ഇത് എക്സ്ക്ലൂസീവ്. ഒരു ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് തൊട്ടടുത്ത ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റും സെയിം ആണ്. ഇത് എക്സ്ക്ലൂസീവ് ക്ലാസ്, ഇത് ഇൻക്ലൂസീവ് ക്ലാസ്. അപ്പൊ ഈ ഇൻക്ലൂസീവിനെ എക്സ്ക്ലൂസീവ് ആക്കണം. മനസ്സിലായി? നമുക്ക് ഇത് നോക്കാം. 0 to 10 0 to 9 ഇത് ഇൻക്ലൂസീവ് ക്ലാസ് ആണ്. ഇതിനെങ്ങനെ എക്സ്ക്ലൂസീവ് ആക്കുക? 2 അടുത്തടുത്ത ക്ലാസ് നോക്കുക. ഏത് നോക്കാം. ഇത് നമ്മളുടെ വ്യത്യാസം നോക്കുക. 1 ആണ്. അതിന്റെ ഹാഫ് എത്രയാ? 0.5. ആ 0.5 ഓരോ ലോവർ ലിമിറ്റിൽ നിന്ന് മൈനസ് ചെയ്യുക, ഓരോ അപ്പർ ലിമിറ്റോടും കൂട്ടുക. ഇവിടെ തന്നെയാണ് എഴുതിയത്. ഈ ലോവർ ലിമിറ്റിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് 0.5 കിട്ടും. അപ്പർ ലിമിറ്റോട് കൂട്ടിയ 9.5. ഈ ലോവർ ലിമിറ്റിൽ നിന്ന് മൈനസ് ചെയ്യുക. 10 - 0.5 9.5. 19 + 0.5 19.5. 20 മൈനസ് ലോവർ ലിമിറ്റ് മൈനസ് ചെയ്യല്ലേ വേണ്ട? 20 - 0.5 19.5. ഇനി 29 + 0.5 29.5. കണ്ടിന്യൂസ് ക്ലാസ് ആയില്ലേ? 0.5 9.5 9.5 19.5 19.5 29.5 കിട്ടിയില്ലേ?
നിങ്ങളെന്നാ കരുതി ഇപ്പോൾ 0 to 9, 10 to 19, 20 to 29 എന്ന് വരുമ്പോൾ അതിനെ എക്സ്ക്ലൂസീവ് ആക്കി 0 to 10, 10 to 20 ഇത് കിട്ടുന്നല്ലേ നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയാണോ കിട്ടുന്നത്? അല്ല. അപ്പോൾ ഹൗ ടു കൺവേർട്ട് ഇൻക്ലൂസീവ് ക്ലാസ്സസ് ഇൻ ടു ഇൻ എക്സ്ക്ലൂസീവ് ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബുക്കിലുണ്ട്. നോക്കുക, ടീച്ചർ ഇപ്പോൾ പറഞ്ഞു. 2 അടുത്തടുത്ത ക്ലാസ് നോക്കുക. അതിൽ ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് തൊട്ടടുത്ത ക്ലാസ്സിൽ ലോവർ ലിമിറ്റിനുള്ള വ്യത്യാസം കാണുക. ആ കിട്ടിയിരിക്കുന്ന വ്യത്യാസം ഓരോ ലോവർ ലിമിറ്റിൽ നിന്ന് മൈനസ് ചെയ്യുക, ഓരോ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റോടും കൂട്ടുക. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ക്ലാസ് കിട്ടും. പക്ഷേ ക്ലാസ് ഇൻ്റർവെല്ലെല്ലാം വ്യത്യാസം ഉണ്ടാവും? ഇല്ല. ക്ലാസ് ഇൻ്റർവെല്ലിലൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല, എല്ലാം സെയിം തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടാലി മാർക്കിട്ട് കണ്ടുപിടിക്കുക. വെരി സിമ്പിൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ്. കള്ളനും പോലീസും കളിക്കുന്ന പോലെ നിങ്ങൾക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ 100 ഡാറ്റ അടങ്ങിയതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, പിന്നെ നമ്മൾ കണ്ടു ലോസ് ഓഫ് ഇൻഫർമേഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ. അതിൻ്റെ കൂടെ നമ്മൾ പിന്നെ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് ഓക്കെ, അത് ടാലി മാർക്കിന് ഇൻക്ലൂസീവ് ക്ലാസ്സും എക്സ്ക്ലൂസീവ് ക്ലാസ്സും ചെയ്തു. ലോസ് ഓഫ് ഇൻഫർമേഷനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ ഡിസ്ക്രീറ്റ് അരേ, ഫ്രീക്വൻസി അരേ, ഡിസ്ക്രീറ്റ് സീരീസിന്റെ ഫ്രീക്വൻസി അരേ എന്ന് പറയുന്നത് ബൈവേരിയറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ എങ്ങനെ ഒരു ഇൻക്ലൂസീവ് ക്ലാസ്സിനെ എക്സ്ക്ലൂസീവ് ക്ലാസ്സായി കൺവേർട്ട് ചെയ്യുക. ഓക്കെ, എല്ലാം മനസ്സിലായ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണിത്. എളുപ്പം നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഇപ്പോൾ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും വീഡിയോ വെക്കുക, ബുക്ക് ഓപ്പൺ ചെയ്ത് നോക്കുക, നോട്ട്ബുക്കിൽ ചെയ്ത് നോക്കുക. ഓക്കെ, നോട്ട്സൊക്കെ ഓൾറെഡി ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. നോട്ട്സ് നോക്കിയാലും ടെക്സ്റ്റ് ബുക്ക് മാത്രം നോക്കിയാലും മതി. അപ്പോൾ ഈ ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ സമ്മറൈസ് ചെയ്ത് പറയുകയാണ്. ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു, റോ ഡാറ്റ എന്താണെന്ന് പറഞ്ഞു. ക്ലാസിഫിക്കേഷൻ തന്നെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ, സ്പേഷ്യൽ ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ, ക്രൊണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ കണ്ടു. പിന്നെ നമ്മൾ കണ്ടത് വേരിയബിൾസ് ആണ്. കണ്ടിന്യൂസ് വേരിയബിളും ഡിസ്ക്രീറ്റ് വേരിയബിളും നമ്മൾ കണ്ടു. വേരിയബിൾ എന്താണെന്ന് പറഞ്ഞു, കണ്ടിന്യൂസ് വേരിയബിളും ഡിസ്ക്രീറ്റ് വേരിയബിളും പറഞ്ഞു. സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് പറഞ്ഞു, ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ് വിട്ടു പോകരുത് അതൊക്കെ. പിന്നെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമ്മൾ പറഞ്ഞു. അതായത് നമ്മൾ ക്ലാസ് ലിമിറ്റ് വേണം, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ്. ഇപ്പോൾ 0 to 10 ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 10. പിന്നെ ക്ലാസ് ഇൻ്റർവെല് 0 to 10 ക്ലാസ് ഇൻ്റർവെല് 10 ആണ്. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് തമ്മിലുള്ള വ്യത്യാസം. ക്ലാസ് മിഡ് പോയിന്റ് വേണം നമ്മൾ പറഞ്ഞു. അങ്ങനെ എത്ര ക്ലാസ്സസ് ഉണ്ടാക്കണം നോക്കണം. പിന്നെ അതിൻ്റെ റേഞ്ച് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു ഡാറ്റ തന്നാൽ അതിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ ലാർജസ്റ്റ് വാല്യൂ, സ്മോളസ്റ്റ് വാല്യൂ തമ്മിലുള്ള വ്യത്യാസം. ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉണ്ടാക്കിയാൽ ഫസ്റ്റ് ക്ലാസിൻ്റെ ലോവർ ലിമിറ്റും ലാസ്റ്റ് ക്ലാസിൻ്റെ അപ്പർ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസമാണ് റേഞ്ച് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സ്ക്ലൂസീവ് ക്ലാസ് എന്താണ്, ഇൻക്ലൂസീവ് ക്ലാസ് എന്താ, 0 to 10, 10 to 20, 0 to 5, 5 to 10 എക്സ്ക്ലൂസീവ്, 0 to 4, 5 to 9 ഇൻക്ലൂസീവ് ക്ലാസ്, അല്ലെങ്കിൽ 0 to 9, 10 to 19 ഇൻക്ലൂസീവ് ക്ലാസ്. അത് നമ്മൾ കണ്ടു. ഇപ്പോൾ നമ്മൾ പഠിച്ചു എങ്ങനെ ഒരു ഇൻക്ലൂസീവ് ക്ലാസ്സിനെ എക്സ്ക്ലൂസീവ് ക്ലാസ്സായി കൺവേർട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടാലി മാർക്സ് എടുത്തിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം, വെരി സിമ്പിൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ഫ്രീക്വൻസി അരേ, ബൈവേരിയറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ ഒരു ലോസ് ഓഫ് ഇൻഫർമേഷൻ എന്താണ്, നമ്മളിങ്ങനെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് ക്ലാസ്സസ് ഒക്കെ ആയി ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിയൽ സെൻസ്, റിയൽ ഡാറ്റ നമുക്ക് മിസ്സാവുന്നുണ്ട് എന്ന് പഠിച്ചു. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലുള്ള ഓർഗനൈസേഷൻ ഡാറ്റ. വെരി സിമ്പിൾ ആൻഡ് വെരി ഇൻട്രസ്റ്റിംഗ്, ബട്ട് ഹൈ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും നോക്കുക. ടെക്സ്റ്റ് ബുക്ക് താറോ ആയിരിക്കണം. ഇനി ഒരു ലാസ്റ്റ് ചെറിയ ചാപ്റ്റർ നമുക്കുള്ളത് ഗ്രാഫ് വരക്കാനുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ വേണം ബോർഡൊക്കെ എടുത്ത് വരയ്ക്കാൻ. എനിക്ക് ബോർഡൊക്കെ ഇവിടെ ഉണ്ട്. അതിൽ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റയാണ് നെക്സ്റ്റ്. അതും കൂടെ നമ്മൾക്ക് കഴിഞ്ഞു. ഇന്ത്യൻ ഇക്കോണമി നമ്മൾ ഫോക്കസ് ഏരിയ നോക്കിയിട്ടില്ല, ഫുൾ കവർ ചെയ്തു. പക്ഷേ സ്റ്റാർട്ട് എനിക്ക് തോന്നുന്നു ഫോക്കസ് ഏരിയ മാത്രം എടുത്ത് വെക്കാം, കാരണം നിങ്ങൾക്ക് വിഷമമാവണ്ട. അപ്പോൾ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റയിൽ ടെക്സ്റ്റ് പ്രസൻറ്റേഷൻ ഉണ്ട്, ടാബുലർ സെൻറ്റൻസായി എഴുതുന്നുണ്ട്, ടേബിൾ എഴുതുന്നുണ്ട്, ഗ്രാഫ് ഉണ്ട്. ഗ്രാഫ് വരക്കാനാണ് നമുക്ക് ചിലപ്പോൾ ബുക്കൊക്കെ വേണ്ടി വരിക. ഒരു ഗ്രാഫ് എക്സാമിന് ചോദിക്കുള്ളൂ. ദെൻ ഫോക്കസ് ഏരിയയിലെ ഗ്രാഫിന് നമുക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരിട്ട് വെച്ചിട്ടില്ല, നമുക്ക് സ്കൂളിൽ നിന്നും വരക്കാം. നമുക്ക് വേറെ ഒന്നും ചെയ്യാനൊന്നും ഇല്ലല്ലോ. വേണമെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായം പറയാം കേട്ടോ. എന്നെ വിളിച്ചിട്ട് നിങ്ങൾക്ക് അഭിപ്രായം പറയാം, അല്ലെ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ടിട്ടൊക്കെ എനിക്ക് പറയാം. ഈ ഗ്രാഫ് വരയ്ക്കുക നമ്മൾ ഈ വീഡിയോയിലൂടെ വരക്കണോ അല്ല നേരിട്ട് ക്ലാസ്, എന്തായാലും നമുക്ക് കുറച്ച് ദിവസം ക്ലാസ് കിട്ടും. ഇല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് വാങ്ങാൻ വന്നാലെങ്കിലും ഞാനത് പറഞ്ഞുതരും. അല്ല ഇന്ത്യൻ ഇക്കോണമി നമ്മൾ റിവിഷൻ എടുക്കണം, നമുക്ക് വേറെ ചെയ്യാനില്ല. അതിന് എന്തായാലും നിങ്ങൾ അഭിപ്രായം പറയാം. അപ്പം നല്ലോണം ശ്രദ്ധിക്കുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ. ഇന്ന് തറോ ആക്കിയിരിക്കണം ഈ ക്ലാസ്. ഓക്കെ, ഇത് കണ്ടിട്ട് ഇവിടെ പകുതിക്ക് വെച്ചേക്കരുത്, തറോ ആക്കുക. ഓക്കെ, ഒരു 10-15 മാർക്കിന് എക്സാം ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, ബൈ.